ആളുകൾ വോട്ട് ചെയ്തിട്ട് ഇതിൽ ഒരു വാതിലിലൂടെ കയറി പ്രിസൈഡിങ് ഓഫീസറിൻ്റെ മുന്നിൽ വരുന്നു. അവിടെ കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഗേറ്റ്, വെളിയിലോട്ട് പോകുന്ന ഗേറ്റ്, ആ ഗേറ്റിൽ കൂടെയാണ് താനുള്ള സാർ കയറി വന്നത്. ഞാൻ എഴുന്നേറ്റ് പ്രിസൈഡിങ് ഓഫീസറോട് ചോദിച്ചു, സാർ ഇദ്ദേഹം ആണോ ഇവിടുത്തെ സ്ഥാനാർത്ഥി? വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ഈ പട്ടംതാണുള്ള മറ്റേ ഇലക്ഷൻ പോളിംഗ് ബൂത്തിൽ കാട്ടായിക്കോണം ശ്രീധരാണെന്ന് മത്സരിക്കുന്നത് അല്ലേ. എൻ ശ്രീകണ്ഠൻ നായരും അവിടെ ആയിരുന്നില്ല. അദ്ദേഹം പിന്നെ എൻ ശ്രീകണ്ഠൻ നായർ മത്സരിച്ചിരുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ പട്ടംതാണുള്ളക്കെതിരെയായിരുന്നു. അവിടെയും ഞാൻ ശ്രീകണ്ഠൻ ചേട്ടൻ്റെ ഏജൻ്റായിട്ട് ഒരു ബൂത്തിലിരുന്നു. എന്നോടൊപ്പം ആ ബൂത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ ശ്രീകണ്ഠൻ ചേട്ടൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടിരുന്നത് പട്ടത്തുള്ളക്കാരനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവിടെ മറയും തിരിഞ്ഞും ഇരുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് കാട്ടായിക്കോണത്തിൻ്റെ അത് വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിലാണ്. മറ്റേ തിരുവനന്തപുരം സിറ്റി ആയിരുന്നു. ഇത് തിരുവനന്തപുരം സബർബിലെ കഴക്കൂട്ടത്തിനടുത്തുള്ള ഒരു മനസ്സിലായി. കാട്ടായിക്കോണം ശ്രീധരനാണ് ഇവിടെ. KR ഇലങ്കത്തായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഈ പട്ടം വന്നത് അപ്പോൾ അത് ഒരു തിരഞ്ഞെടുപ്പിന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഞങ്ങളെയൊക്കെ തയ്യാറാക്കാനായിട്ട് തലേന്നാണ് ഇത് എന്ന് പറയുന്നത്. ഞാനും പട്ടത്തുള്ളക്കാരനായാലും കേരളമുതിൽ പിന്നീട് പ്രവർത്തിച്ചിരുന്ന N രാമചന്ദ്രൻ്റെ മുറിയിലിരിക്കുകയാണ്. രാമചന്ദ്രൻ അന്ന് ലോ കോളേജിൽ പഠിക്കുകയാണ്. ഞങ്ങളവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് അടുത്തുള്ള ഒരു പാർട്ടി ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നാളെ ഇലക്ഷനിൽ ബൂത്തിലിരിക്കാൻ വേണം, ആളുകൾ വേണം. അപ്പം ഞങ്ങൾ 3 പേരും വോളണ്ടിയർ ചെയ്തു ബൂത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെയാണ് ആ ബൂത്തിൽ പോയി അന്ന് പട്ടത്താണുള്ള കയറി വരിക ചെയ്തു. അപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പേ പിന്നീട് അന്ന് തന്നെ വൈകുന്നേരത്ത് ഞങ്ങൾക്കൊരു സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. എന്താണ് ഇലക്ഷൻ പോളിംഗ് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം പറയുന്നത് ബൂത്തിനകത്ത് വരാനുള്ള അവകാശമാർക്കൊക്കെയാണ്. പോളിംഗിൽ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, പിന്നെ അവിടെ വോട്ടർമാർ ഇവരാണ്, പിന്നെ സ്ഥാനാർത്ഥികൾ, ഇവർക്കാണ് വരാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ തലേന്ന് ഇത് പഠിപ്പിച്ചു. അതെൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ കഴക്കൂട്ടം ഭാഗത്തുള്ള ഒരു ഇതാണ് സ്ഥാനമുള്ള സാറ് മുഖ്യമന്ത്രിയാവുന്ന എല്ലാവർക്കും അറിയാൻ മാത്രമേ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം വേറെയാണ്. അന്ന് തിരുക്കൊച്ചി ഇലക്ഷനാണോ ഇത് ആയിരിക്കണം അല്ലേ? തിരുക്കൊച്ചി ആദ്യത്തെ ഇലക്ഷനാവണം. തിരുവിതാംകൂർ ഇത് സ്വാതന്ത്ര്യം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഒരു കൊല്ലത്തിനകത്ത് 48 മെർജറായി. ഇത് ഇതാണ്. അപ്പം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇദ്ദേഹം കടന്നു വരികയാണ് അപ്പം ചെയ്യുന്നത്. പട്ടണത്തിലുള്ള പിന്നിലൂടെ, അതായത് പിന്നീട് ആളുകൾ വോട്ട് ചെയ്തിട്ട് ഇതിൽ ഒരു വാതിലിലൂടെ കയറി പ്രിസൈഡിങ് ഓഫീസറിൻ്റെ മുന്നിൽ വരുന്നു. അവിടെ കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഗേറ്റ്, വെളിയിലോട്ട് പോകുന്ന ഗേറ്റ്, ആ ഗേറ്റിൽ കൂടെയാണ് താനുള്ള സാർ കയറി വന്നത്. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഇലക്ഷൻ പ്രിസൈഡിങ് ഓഫീസർ പിന്നെ മോഡൽ സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം ഞാൻ മോഡൽ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് സാറിന് എൻ്റെ അധ്യാപകന് ഒരു അത്ഭുതം തോന്നി. ഞാൻ അവിടെ വന്ന് അത് ശേഷിച്ച് ഭരണകൂടത്തിനെതിരെ 16-17 വയസ്സേ ഉള്ളൂ അല്ലേ? എനിക്ക് അദ്ദേഹത്തിന് വലിയ അത്ഭുതമൊക്കെ തോന്നി. അങ്ങനെ ഒരു കയറാൻ പാടില്ലാന്ന് പറഞ്ഞു. അത് ഞാൻ കയറാൻ പാടില്ല എന്ന് ഞാൻ താനോട് സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ തലേന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഇതിനകത്ത് ഇപ്പം ബൂത്തിനകത്ത് കയറാൻ അവകാശമുള്ളവരാരൊക്കെ, പോളിംഗ് ഉദ്യോഗസ്ഥർ, പോലീസ്മെൻ ഓൺ ഡ്യൂട്ടി ഇൻ യൂണിഫോം, പിന്നെ ഈ പോളിംഗ് ഇത് വോട്ടർമാർ, ഇത്രയേ ഉള്ളൂ. സ്ഥാനാർത്ഥികൾ ആ ഇതിനകത്ത് ഇപ്പോൾ താനുള്ള സാറ് വന്നത് കഴക്കൂട്ടം കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇലങ്കത്തായിരുന്നു.
അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഇതല്ല. അപ്പോൾ അത് കണ്ടു. അപ്പോൾ തലേന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഇതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് താനുള്ള സാറിന് അവിടെ വരാൻ പറ്റില്ല, അദ്ദേഹം അവിടെ നിന്നല്ല അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹം കയറി വരുന്നത് വോട്ടർമാർ കയറി വരുന്ന വോട്ട് ചെയ്തിട്ട് വേറൊരു വാതിലിൽ കൂടെ പോവുക വെളിയിൽ. ആ വോട്ടർമാർ വെളിയിൽ പോകുന്ന ആ വാതിലിൽ കൂടിയാണ് ഇദ്ദേഹം കയറി വരുന്നത്. ഞാൻ കയറി വരുമ്പോഴത്തേക്ക് അദ്ദേഹം അത് പ്രൗഢഗംഭീരമായ ഒരു ഇതല്ലേ, അദ്ദേഹം ഇങ്ങനെ കയറി വരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് പ്രിസൈഡിങ് ഓഫീസറോട് ചോദിച്ചു, സാർ ഇദ്ദേഹം ആണോ ഇവിടുത്തെ സ്ഥാനാർത്ഥി? ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ താനുള്ള സാർ 2-3 സ്റ്റെപ്പ് ഒഴിച്ച് അടുത്ത് എത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹം കേട്ടു ഇത്. അപ്പോൾ ഈ സാറാണെങ്കിൽ വിഷമിച്ചു. അദ്ദേഹം ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം ഇങ്ങനെ അപ്പോൾ പെട്ടെന്നുള്ള അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ശരിയായില്ല എന്ന്. അദ്ദേഹം അവിടെ നിന്നു. 1 നിമിഷത്തിൽ തിരിഞ്ഞ് വന്ന വഴിയെ തന്നെ വാതിലിൽ കൂടി തന്നെ പുറത്തു പോയി. അപ്പോൾ അതൊക്കെ പിന്നീട് ആ കാലഘട്ടത്തിലെ ആളുകളുടെ നീതിബോധം വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. വേറെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിലാണെങ്കിൽ ഒരുപക്ഷെ ആ പാർട്ടിയുടെ ആളുകളെല്ലാം നമ്മളെ വെളിയിലിറങ്ങുമ്പോൾ തല്ലാൻ നിൽക്കും. പിന്നെ ഈ പത്രപ്രവർത്തനം തീരുമാനിച്ചിട്ട് ജി രാമചന്ദ്രനാണ് ഹിന്ദു സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു നാഷണൽ അല്ലല്ല, ഞാൻ ഇംഗ്ലീഷ് പത്രപ്രവർത്തനം തീരുമാനിച്ചു. അച്ഛൻ പത്രത്തിൽ പ്രവർത്തിച്ചവരുടെ അടുത്തൊക്കെ ഇരിക്കുകയും അതിന് 1-2 റിപ്പോർട്ടുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഇംഗ്ലീഷ് പത്രപ്രവർത്തനം എന്നൊരു തീരുമാനമെടുത്തു. അപ്പോൾ അതിന് സഹായിക്കാൻ പറ്റിയ ആളുകൾ ആരുണ്ടെന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഈ പത്രമാപ്യസിനകത്തേക്ക് ഒരു എൻട്രൻസ് കിട്ടണമല്ലോ. അതിന് ഒന്നുകിൽ ഉടമസ്ഥനെ അറിയണം, അല്ലെങ്കിൽ പത്രാധിപരെ അറിയണം, അല്ലെങ്കിൽ പത്രാധിപരെ അറിയാവുന്ന ആരെങ്കിലും അറിയണം. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പിന്നീട് ഇംഗ്ലീഷ് പത്രപ്രവർത്തനം എന്ന് തീരുമാനിച്ചത് കൊണ്ട് വെളിയിൽ നോക്കണം. കേരളത്തിലൊന്നും ഇംഗ്ലീഷ് പത്രമില്ല. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് എനിക്ക് ഇത് ഓർമ്മ വന്നു. ജി രാമചന്ദ്രൻ അവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. ഗാന്ധിയൻ അതെ. അപ്പോൾ അദ്ദേഹം കുറച്ചു കാലം ഒരു തിരുവിതാംകൂറിലെ മന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ ഒരു 3 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 മാസത്തെ മന്ത്രിയുടെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരികെ പോകുന്നത് അന്ന് ഗാന്ധിഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബേസ്, മധുര ജില്ലയിൽ. പോകുന്ന വഴിയിൽ കൊല്ലത്തുനിന്ന് കാറിൽ മധുരയിലേക്ക് പോകുന്ന ചെങ്കോട്ട വഴി പോവുകയാണ്. അപ്പോൾ വീട്ടിലിറങ്ങി അച്ഛനെ കണ്ട് കുറച്ച് അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ച് കുറേ നേരം ഇരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മുമ്പ് ജോലി ചെയ്തിരുന്നതായി എനിക്കറിയാവുന്നത് കൊണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിനൊരു എഴുത്തെഴുതി. പിന്നെ എനിക്ക് പത്രപ്രവർത്തനത്തിലേക്ക് പോകണമെന്നുണ്ട്, ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിലേക്ക് പോകണമെന്നുണ്ട്. താങ്കൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ആരെയെങ്കിലും പരിചയമുണ്ടോ? ഇപ്പോൾ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒരു മറുപടി വന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, പിന്നീട് ഐ ഗോട്ട് യുവർ ലെറ്റർ ആസ് ഐ വാസ് പ്രിപ്പയറിംഗ് ടു ഗോ ഓൺ എ ട്രിപ്പ്. ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. കൈൻഡ്ലി റിമൈൻഡ് മീ ദെൻ. അപ്പോൾ ഇത് വന്ന കവറിൻ്റെ പുറത്ത് ഗാന്ധിഗ്രാമം എന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കത്ത് വന്ന ഉടനെ അച്ഛൻ എൻ്റെ അടുത്ത് വെച്ച് എന്താ ഗാന്ധിഗ്രാമവുമായി കത്തിടപാട്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇദ്ദേഹത്തിന് എഴുതിയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ പത്രപ്രവർത്തനമെന്നങ്ങ് ഉറപ്പിച്ചെങ്കിൽ ഹിന്ദു അല്ലേ നല്ലത്. ഞാൻ ഇനി മദ്രാസിൽ പോകുമ്പോൾ കസ്തൂരി ശ്രീനിവാസനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ശുപാർശയിലാണ് ഹിന്ദുവിൽ ഒരു ട്രെയിനി ആയിട്ട് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ജേർണലിസം കോളേജുകളും ഒക്കെ ഉണ്ട്. അവിടെ വന്ന് ഇത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച് പാസ്സായി വരുമ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് ചില പത്രങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. പക്ഷേ ഇപ്പോഴും
പത്രങ്ങളിലെത്തുന്നതിൽ ഒരു വലിയ വിഭാഗം ഇതേമാതിരി പത്രാധിപർക്കോ ഉടമയ്ക്കോ അറിയാവുന്ന ആളുകളിൽ കൂടിയാണ്.